ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 6 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഈ 6 പേരും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവരാണ്. അതിൽ 5 പേര് വിദേശത്ത് നിന്ന് വന്നവരാണ്. ഒരാളുടേത് സമ്പർക്കം മൂലമാണ്. 21 പേർക്ക് പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. കാസർഗോഡ് 19, ആലപ്പുഴ 2. ഇതുവരെ 408 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 114 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. സംസ്ഥാനത്ത് നിരീക്ഷണത്തിലിപ്പോൾ ആകെയുള്ളത് 46,323 പേരാണ്. 45,925 പേർ വീടുകളിലാണ്. ആശുപത്രികളിൽ 398 പേരാണ്. ഇന്ന് 62 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 19,756 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 19,074 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ആശുപത്രിയിൽ ക്വാറന്റൈനിലുള്ള മുഴുവൻ പേരെയും പരിശോധിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് 2-3 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത് ഇടവിട്ടുള്ള ദിവസങ്ങളിൽ ഇനി കാണാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. നമ്മൾ ഈ വാർത്താ സമ്മേളനത്തിൽ അത് ദിവസങ്ങളിലെ പ്രധാന സംഭവങ്ങളാണ് എടുത്തു പറഞ്ഞിരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പൊങ്ങച്ചം അവതരിപ്പിക്കാൻ വാർത്താ സമ്മേളനം ഉപയോഗിച്ചിരുന്നില്ല. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ ഈ ഘട്ടത്തിൽ ഓർത്തു പോകുന്നത് നല്ലതായിരിക്കും. ജനുവരി 30-നാണ് ആദ്യത്തെ കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അതിനുശേഷമുള്ള അവസ്ഥ സംസ്ഥാനം ഒരു മുൾമുനയിൽ നിൽക്കുന്ന നിലയായിരുന്നു. രാജ്യത്തെ ആദ്യത്തെ COVID-19 ബാധ നമ്മുടെ സംസ്ഥാനത്താണ് വന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചൈനയിൽ നിന്ന് വന്ന, വുഹാനിൽ നിന്ന് വന്ന വിദ്യാർത്ഥി തൃശ്ശൂർ ജനറൽ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വൈറസ് വ്യാപനം പ്രതിസന്ധി സൃഷ്ടിച്ച ഘട്ടത്തിൽ കേരളം ആകെ ഉണർന്നു പ്രവർത്തിക്കുകയായിരുന്നു. ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക ടീമുകൾ രൂപീകരിക്കപ്പെട്ടു. എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സംവിധാനങ്ങൾ, രോഗലക്ഷണങ്ങളുള്ളവരെ പരിശോധിക്കാനുള്ള നിർദ്ദേശങ്ങൾ. ഫെബ്രുവരി 2-ന് ആലപ്പുഴയിലും 3-ന് കാസർഗോട്ടും രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 3 പേരെയും
ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. കൂടുതൽ ആളുകളിലേക്ക് പടരാതെ ശ്രദ്ധിക്കാനും നമുക്ക് കഴിഞ്ഞു. അത് ഈ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടമായിരുന്നു. ആദ്യഘട്ടത്തിലെ കോവിഡ്-19-നെതിരെയുള്ള പ്രതിരോധത്തിൻ്റെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഫെബ്രുവരി 19 സംസ്ഥാനത്ത് വീണ്ടും രോഗബാധ റിപ്പോർട്ട് ചെയ്തു. വിദേശത്തു നിന്ന് വന്ന ഒരു കുടുംബത്തിലെ 5 പേർക്കാണ് രോഗബാധയുണ്ടായത്. എന്നാൽ അതിനു മുൻപ് തന്നെ സംസ്ഥാനത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. യാത്രക്കാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. ഇതൊക്കെയായിട്ടും 5 പേർക്ക് രോഗബാധയുണ്ടായത് രണ്ടാം ഘട്ട വൈറസ് വ്യാപനത്തിൻ്റെ ഭീഷണിയാണ് നമുക്ക് മുന്നിൽ ഉയർത്തിയത്. സ്വാഭാവികമായും അതോടെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതായി വന്നു. സമ്പർക്കത്തിലേർപ്പെട്ടവർ, സഹയാത്രികർ, അവരെയെല്ലാം കണ്ടെത്തി പരിശോധനയ്ക്ക് വിധേയരാക്കി. ശാസ്ത്രീയമായ റൂട്ട് മാപ്പ് തയ്യാറാക്കി. വിമാനത്താവളങ്ങളിൽ പ്രാഥമിക പരിശോധന നിർബന്ധമാക്കി. വിമാനത്തിൽ വന്നിറങ്ങുന്നവരെ വീടുകളിലേക്കോ ആശുപത്രികളിലേക്കോ നിരീക്ഷണത്തിൽ കഴിയാൻ അയച്ചു. ചില നടപടികൾ ഈ ഘട്ടത്തിൽ സ്വീകരിക്കേണ്ടതായി വന്നു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. ആൾക്കൂട്ടങ്ങൾക്ക്, ഉത്സവങ്ങൾക്ക്, സാംസ്കാരിക രാഷ്ട്രീയ കൂടിച്ചേരലുകൾക്ക് എല്ലാം വിലക്ക് ഏർപ്പെടുത്തി. വിവാഹ പാർട്ടികൾ ഉൾപ്പെടെയുള്ള പൊതുവെ ആളുകൾ കൂടുന്ന എല്ലാ പരിപാടികളും ഒഴിവാക്കാൻ അഭ്യർത്ഥിച്ചു. പൊതുപരിപാടികളാകെ റദ്ദ് ചെയ്തു. സിനിമാ തിയേറ്ററുകൾ നിർത്തിവെച്ചു. ആരോഗ്യവകുപ്പും തദ്ദേശഭരണ സ്ഥാപനങ്ങളും ആശാവർക്കർമാരും സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരും സന്നദ്ധ സേവകരും സർക്കാർ സംവിധാനങ്ങളാകെയും ഒറ്റക്കെട്ടായി പ്രതിരോധത്തിന് രംഗത്തിറങ്ങി. ഒരു ഭേദചിന്തയുമില്ലാതെ ഒരു സംവിധാനമാകെ ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന അനുഭവമുണ്ടായി. വ്യക്തി ശുചീകരണം, അണുമുക്തമാകാനുള്ള സാനിറ്റൈസറുകളുടെ ഉപയോഗം, ശാരീരിക അകലം പാലിക്കൽ തുടങ്ങിയവ കർക്കശമായി സംസ്ഥാനത്ത് നടപ്പാക്കി. ലോക്ക്ഡൗൺ രാജ്യവ്യാപകമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ അടച്ചിടൽ പ്രഖ്യാപിച്ചു. മാസ്കുകളുടെ ഉപയോഗം വ്യാപകമാക്കി. കുറഞ്ഞ ചെലവിൽ സാനിറ്റൈസറും മാസ്കും ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളിലെത്തിക്കാൻ തുടങ്ങി. വീടുകളിലിരുന്ന്
ജോലി ചെയ്യുന്നവർക്ക് ആവശ്യമായ വർദ്ധിച്ച ഇൻ്റർനെറ്റ് സംവിധാനം ഉറപ്പാക്കി. പെട്ടെന്ന് സ്തംഭിച്ചുപോയ നാടിനെയും ജനജീവിതത്തെയും തിരികെ പിടിക്കാൻ 20,000 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് സംസ്ഥാനം പ്രഖ്യാപിച്ചു. വിദേശങ്ങളിൽ നിന്ന് പ്രവാസികൾ തിരിച്ചെത്തുവാൻ കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനയ്ക്കെതിരെ സംസ്ഥാന നിയമസഭ ഏകകണ്ഠമായാണ് പ്രമേയം പാസാക്കിയത്. പഴുതടച്ചുള്ള ഇടപെടലുകളാണ് നാം നടത്തിയത്. ഇന്ത്യയിലെ രോഗികളുടെ എണ്ണത്തിൽ ഒന്നാമതായിരുന്നു നാം ആദ്യഘട്ടത്തിൽ, നമ്മുടെ സംസ്ഥാനം. ആദ്യം രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനവും നമ്മുടേതാണ്. കേരളം കോവിഡിൻ്റെ നാട് എന്ന് പറഞ്ഞാണ് അയൽ സംസ്ഥാനം റോഡ് മണ്ണിട്ട് മൂടിയത്. ഫെബ്രുവരി 1 സംസ്ഥാനത്ത് നിരീക്ഷണത്തിലുണ്ടായിരുന്നവരുടെ എണ്ണം 1471. ആ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ എണ്ണം 36. മാർച്ച് 26 നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 1,00,000 കവിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ 1,01,285. അത് ഏപ്രിൽ 4 ആകുമ്പോൾ 1,71,355 വരെ എത്തി. ഏപ്രിൽ 4 പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് 174 പേരെയാണ്. അന്ന് ആശുപത്രിയിൽ 734 പേരുണ്ടായിരുന്നു. ആശുപത്രികളിൽ കിടക്കുന്നവരുടെ എണ്ണം ഏപ്രിൽ 11 814 ഉയർന്നു. ആ ദിവസം ആശുപത്രിയിലെത്തിയവർ 126 ഒരു ദിവസം. കൈവിട്ടുപോകും എന്ന് കരുതിയ അവസ്ഥ ഒരു ഘട്ടത്തിലുണ്ടായി. ഒരു രോഗി ഒറ്റയടിക്ക് രോഗം പകർന്നു നൽകിയത് 23 പേർക്കാണ്. അയാളിൽ നിന്ന് പകർന്നവരിലൂടെ 12 പേർക്കും രോഗബാധയുണ്ടായി. അതൊരു ലക്ഷണമായെടുത്താൽ ഒരുപക്ഷെ കേരളം ഭയാനകമായൊരവസ്ഥയിലേക്ക് പോകുമായിരുന്നു. ഓരോ രോഗിയെയും കണ്ടെത്തുകയും അവർ സഞ്ചരിച്ച വഴികളിലൂടെ ചെന്ന് പകരാൻ സാധ്യതയുള്ളവരെ തെരഞ്ഞു പിടിക്കുകയും ഐസൊലേഷനിൽ ആക്കുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് ആശ്വസിക്കാനും അഭിമാനിക്കാനുമുള്ള വകയുണ്ട്. നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 1,71,355 നിന്ന് 46,323 കുറഞ്ഞിരിക്കുന്നു. കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ ലോക ശരാശരി 5.75%. ഇന്ത്യയിലെ നില അത് 2.83%. കേരളത്തിലേത് 0.58%. ജനസംഖ്യാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ COVID-19
പരിശോധനാ സംവിധാനമുള്ളത് നമ്മുടെ സംസ്ഥാനത്താണ്. കോവിഡ് ടെസ്റ്റിംഗ് കിയോസ്ക് രാജ്യത്താദ്യം സ്ഥാപിച്ചത് ഇവിടെയാണ്. രാജ്യത്ത് പ്ലാസ്മ തെറാപ്പി ആരംഭിക്കുന്നത് കേരളമാണ്. നമുക്കിപ്പോൾ 33 കോവിഡ് സ്പെഷ്യൽ ആശുപത്രികളുണ്ട്. 14 ജില്ലകളിൽ 38 കോവിഡ് സ്പെഷ്യൽ ആശുപത്രികൾ. കേരളമാണ് കോവിഡ് പശ്ചാത്തലത്തിൽ പകർച്ചവ്യാധി നിയമം നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം. സംസ്ഥാനത്ത് 1296 ആശുപത്രികളിലായി കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നതിന് 49,702 കിടക്കകൾ ഇപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട്. ICUവിൽ 1369 രോഗികളെ ചികിത്സിക്കാം. 800 വെന്റിലേറ്ററുകൾ സർക്കാർ ആശുപത്രികളിൽ സജ്ജമാണ്. ഇതിനു പുറമെ 866 സ്വകാര്യ ആശുപത്രികളിലായി 81,904 ബെഡുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടങ്ങളിലായി 6,059 ICU ബെഡുകളും 1,578 വെന്റിലേറ്ററുകളും സജ്ജമാണ്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഇപ്പോൾ തന്നെ നാം തയ്യാറാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. 1205-ലധികം കമ്മ്യൂണിറ്റി കിച്ചണുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടങ്ങളിൽ നിന്ന് നിരീക്ഷണത്തിലുള്ളവർക്കും ആവശ്യക്കാർക്കും ആരും പട്ടിണി കിടക്കരുത് എന്ന നിർബന്ധത്തോടെ തന്നെ സൗജന്യമായും അല്ലാതെയും ഭക്ഷണം നൽകുന്നുണ്ട്. 331 കുടുംബശ്രീ ജനകീയ ഹോട്ടലുകളിലൂടെ 20 രൂപക്ക് ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. രാജ്യത്താകെ അതിഥി തൊഴിലാളികൾക്കായി 22,567 ക്യാമ്പുകളാണുള്ളത്. ഇതിൽ നമ്മുടെ സംസ്ഥാനത്ത് നോക്കിയാൽ ക്യാമ്പുകളുടെ എണ്ണം 1,19,902 ക്യാമ്പുകളാണ് എന്ന് കാണാൻ കഴിയും. സംസ്ഥാനം ഒഴികെയുള്ള ക്യാമ്പുകളുടെ എണ്ണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇവിടങ്ങളിൽ അതിഥി തൊഴിലാളികൾ സുരക്ഷിതരായി താമസിക്കുന്നു എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. അഗതികൾ, തെരുവിലുറങ്ങുന്നവർ, ഇവർക്കെല്ലാം താമസവും ഭക്ഷണവും നൽകുന്നു. സർക്കാർ 3,685 പേരെയാണ് ഈ രീതിയിൽ പുനരധിവസിപ്പിച്ചത്. കേരളം കോവിഡ് പ്രതിരോധത്തിനായി 300-ലധികം ഡോക്ടർമാരെയും 400-ലേറെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നിയമിച്ചത്. APL, BPL വ്യത്യാസമില്ലാതെ സൗജന്യ റേഷൻ കൊടുത്തു. സൗജന്യ കിറ്റുകളുടെ വിതരണം നടന്നു വരുന്നു. നമ്മുടെ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ വലിയ സ്വീകാര്യത നേടി. ക്യാൻസർ രോഗികൾക്ക് മരുന്നും ചികിത്സയും മുടങ്ങാതിരിക്കാൻ ചികിത്സാ ജില്ലാതലത്തിൽ കേരളം ഏർപ്പെടുത്തി. കേരളത്തിൻ്റെ ചികിത്സാ സംവിധാനങ്ങളുടെ മേന്മയും കരുത്തും
ഇവിടെ നിന്ന് കോവിഡ് രോഗം ഭേദപ്പെട്ട് തിരിച്ചുപോയ 8 വിദേശികൾ മറയില്ലാതെ പറഞ്ഞിട്ടുണ്ട്. 93ഉം 88ഉം വയസ്സായ വൈറസ് ബാധിതരെ ചികിത്സിച്ച് ഭേദപ്പെടുത്തി പൂർണ്ണ ആരോഗ്യവാന്മാരായി തിരിച്ചു വീട്ടിലെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. ലോകത്ത് ഏറ്റവും കുറഞ്ഞ മരണനിരക്കും ഏറ്റവും ഉയർന്ന രോഗമുക്തി നിരക്കും നമുക്ക് സാധ്യമായത് ഏതെങ്കിലും ഇന്ദ്രജാലം കൊണ്ടല്ല, നമ്മുടെയെല്ലാം കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമായാണ്. ഐക്യത്തിൻ്റെയും ഒരുമയുടെയും ഫലമായാണ്. അതുകൊണ്ടാണ് ലോകവ്യാപകമായി കേരളം അഭിനന്ദിക്കപ്പെടുന്നത്. ലോകപ്രശസ്തരായ മാധ്യമപ്രവർത്തകർ, മാധ്യമങ്ങൾ മുഖപ്രസംഗം എഴുതി, ഫീച്ചറുകൾ എഴുതി കേരളത്തിൻ്റെ മാതൃകയെക്കുറിച്ച് പറയുന്നത് ഈ അനുഭവം കൊണ്ടാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ സംസ്ഥാനത്ത് നൽകിയ പ്രശംസ സ്വന്തം ജീവൻ പണയം വെച്ച് രോഗപ്രതിരോധത്തുള്ള ഓരോ ആരോഗ്യ പ്രവർത്തകനും പ്രവർത്തകർക്കുമുള്ളതാണ്. IC യൂണിറ്റിലെ രാപ്പകൽ പരിചരിക്കുന്നവരും ഭക്ഷ്യവസ്തുക്കൾ ലോറിയിൽ കയറ്റുന്നവരും ശുചീകരണ തൊഴിലാളികളും സന്നദ്ധ പ്രവർത്തകരും എല്ലാം അടങ്ങുന്ന കേരളത്തിൻ്റെ സേനയാണ് ഈ യുദ്ധമുഖത്തുള്ളത്. ഏത് പ്രതിസന്ധിയും മറികടക്കാൻ നമുക്ക് മറ്റൊന്നും തടസ്സമല്ല എന്നാണ് തെളിയിക്കപ്പെട്ടത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ നമുക്ക് ശ്വാസം വിടാമല്ലോ എന്ന തോന്നലിലേക്ക് നമ്മളെ എത്തിച്ചത്. എന്നാൽ ഇതങ്ങനെ ശ്വാസം വിടാനുള്ള സമയമല്ല എന്നതും ഇതോടൊപ്പം നാം തിരിച്ചറിയണം. കോവിഡ്-19 വ്യാപനം നമ്മുടെ പ്രവാസി സഹോദരങ്ങളെ വലിയ ആശങ്കയിലും വിഷമത്തിലുമാക്കിയിരിക്കുന്നു. അവരുടെ നാട്ടിലെ കുടുംബാംഗങ്ങളും ആശങ്കാകുലരാണ്. പ്രവാസികളിൽ വലിയ പങ്ക് ഗൾഫ് നാടുകളിലാണ്. ഏകദേശം 20 ലക്ഷം പേർ. രോഗബാധയുണ്ടായി മലയാളി സഹോദരങ്ങൾ മരണപ്പെടുന്ന സ്ഥിതി കൂടി വന്നതോടെ ആശങ്ക വർദ്ധിക്കുന്നത് സ്വാഭാവികമാണ്. ഗൾഫിൽ ജീവിക്കുന്ന മലയാളികളിൽ ബഹുഭൂരിഭാഗവും ചെറിയ വരുമാനക്കാരും പരിമിതമായ സൗകര്യങ്ങളിൽ കഴിഞ്ഞു വരുന്നവരുമാണ്. മഹാമാരി പടർന്നു പിടിക്കുമ്പോൾ ഇത്തരക്കാരാണ് കൂടുതൽ പ്രയാസപ്പെടുന്നത്. ഇന്ത്യൻ എംബസികളുമായും മലയാളികളുടെ സംഘടനകളുമായും ബന്ധപ്പെട്ട് ഇവർക്ക് പരമാവധി സഹായവും പിന്തുണയും ലഭ്യമാക്കാനാണ് നോർക്കയിലൂടെ ശ്രമിക്കുന്നത്. വിവിധ കാരണങ്ങളാൽ എത്രയും പെട്ടെന്ന് നാട്ടിൽ തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നവർ ധാരാളമുണ്ട്. സന്ദർശക വിസയിൽ പോയി അവിടെ കുടുങ്ങിപ്പോയവരുണ്ട്. അവർക്ക് നാട്ടിൽ തിരിച്ചെത്തണം. പലരും മക്കളെ കാണാൻ പോയി അവിടെ കുടുങ്ങിയിട്ടുണ്ട്. ചിലർ ബിസിനസ് ആവശ്യങ്ങൾക്ക്, ചിലർ അക്കാദമിക് ആവശ്യങ്ങൾക്ക് ചുരുങ്ങിയ കാലത്തെ വിസയിൽ പോയവരാണ്. അതുകൊണ്ടാണ് അടിയന്തരമായി തിരിച്ചു വരേണ്ടവരെ കൊണ്ടുവരുന്നതിന് പ്രത്യേക വിമാനം അയക്കണമെന്ന് സംസ്ഥാനം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടത്.
ഇവർക്ക് തിരിച്ചു വരാനുള്ള സൗകര്യം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുകയാണെങ്കിൽ അവർ ഇവിടെ എത്തുമ്പോഴുള്ള മുഴുവൻ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും. ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പ്രോട്ടോകോൾ കർശനമായി പാലിച്ചുകൊണ്ട് മുഴുവൻ പേരെയും പരിശോധിക്കാനും വിമാനത്താവളത്തിന് സമീപം തന്നെ ക്വാറന്റൈൻ ചെയ്യാനും രോഗമുണ്ടെന്ന് സംശയിക്കുന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുമാണ് തയ്യാറാവുക. ഇതിനുള്ള പദ്ധതിക്ക് സർക്കാർ രൂപം നൽകിയിട്ടുണ്ട്. 2 ലക്ഷത്തിലേറെ പേരെ ക്വാറന്റൈൻ ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ തന്നെ നാം ഒരുക്കുകയാണ്. അതിലേറെ ആളുകൾ വന്നാൽ സ്വീകരിക്കാനും സുരക്ഷിതമായി പാർപ്പിക്കാനുമുള്ള പദ്ധതിയും നമുക്കുണ്ട്. കേന്ദ്ര സർക്കാർ പ്രത്യേക വിമാനം ഏർപ്പെടുത്തുകയാണെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ പോയവർക്കും പ്രായമായവർക്കും ഗർഭിണികൾക്കും കോവിഡ് അല്ലാത്ത മറ്റ് രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവർക്കും മുൻഗണന നൽകേണ്ടി വരും. ഇവർ വിമാനത്താവളത്തിലെത്തിയാൽ ക്വാറന്റൈൻ മുതൽ വീട്ടിലെത്തിക്കുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുകൂലമായ തീരുമാനമുണ്ടാകും എന്നാണ് പ്രതീക്ഷ. അതുവരെ പ്രവാസികൾ ഇപ്പോൾ എവിടെയാണോ അതത് നാട്ടിൽ അതത് സർക്കാരുകളുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കഴിയണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ഘട്ടത്തിൽ നമ്മുടെ മുഴുവൻ പ്രവാസി സംഘടനകളും അവർക്ക് കാര്യമായ പിന്തുണയും സഹായവും ഉറപ്പാക്കണം. നോർക്ക എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളിലും ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ച് സഹായം നൽകുന്നുമുണ്ട്. കേരളത്തിന് പുറത്തുനിന്ന് കോവിഡ് ബാധയുടെ അസുഖകരമായ വാർത്തകൾ അനുദിനം വരുന്നുണ്ട്. അത് വിദേശ രാജ്യങ്ങളിൽ നിന്നുണ്ട്, രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമുണ്ട്. ഡൽഹിയിലും മുംബൈയിലും മറ്റും മലയാളി നഴ്സുമാർ കൂട്ടത്തോടെ രോഗം ബാധിച്ച് വിഷമിക്കുന്നു. ചില സംസ്ഥാനങ്ങളിൽ രോഗബാധ അനിയന്ത്രിതമായി മാറുന്നു എന്ന് സംശയിക്കുന്നു. ലോക്ക്ഡൗൺ അവസാനിക്കുന്ന ഘട്ടം വന്നാൽ പ്രവാസി മലയാളികളിൽ പലരും ഇങ്ങോട്ടെത്തും. യാത്രാ സംവിധാനങ്ങൾ ആരംഭിച്ചാൽ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ആളുകൾ വരും. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ദിവസങ്ങൾ നമുക്ക് വിശ്രമിക്കാനുള്ളതല്ല. ഓരോ നിമിഷവും അതീവ ജാഗ്രതയോടെ നിൽക്കാനുള്ളതാണ്. ഒരു നേരിയ അശ്രദ്ധ പോലും അപകടത്തിലേക്ക് നയിക്കും എന്ന തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിനാകെ ഉണ്ടാവണം. കാസർഗോഡ് ജില്ലയുടെ അനുഭവം ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. കാസർഗോഡ് ജില്ല ഒരു ഘട്ടത്തിൽ, ഇതിന്റെ ആദ്യഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്ന് നാം ഓർക്കണം. 2 മാസത്തിനെതിരെ 2 മാസമായി അല്ലെങ്കിൽ 2 മാസത്തിലേറെയായി കോവിഡിനെതിരെ പടപൊരുന്ന ജില്ലയാണത്. ഇപ്പോൾ ആശ്വാസത്തിന്റെ വക്കിലാണ് ആ ജില്ല. അവിടെ രോഗം സ്ഥിരീകരിച്ച 169 പേരിൽ 142 പേർ രോഗമുക്തരായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചികിത്സയിലുള്ള ആരുടെയും നില ഗുരുതരമല്ല. മാർച്ച് 21 മുതൽ ജില്ല മുഴുവനായും അടച്ചിട്ടു.
എന്നാൽ അതിനു മുൻപ് തന്നെ അവിടെ നിയന്ത്രണങ്ങൾ നടപ്പാക്കിയിരുന്നു. 144 പ്രഖ്യാപിച്ചു. കർക്കശമായ നിയന്ത്രണങ്ങൾ, പരിശോധന, ചികിത്സാ സംവിധാനം, ഇങ്ങനെയുള്ള വിവിധ നടപടികൾ സ്വീകരിച്ചു. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്താണ് കാസർഗോഡിന് രാജ്യം അംഗീകരിക്കുന്ന മാതൃകയായി മാറാൻ കഴിഞ്ഞത്. കാസർഗോഡ് ഇപ്പോൾ 4754 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് 6 പേരെയാണ് നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 27 പേരാണ് വൈറസ് ബാധയേറ്റ് ചികിത്സയിലുള്ള കാസർഗോഡ് ജില്ലക്കാർ. ഈ സംഖ്യ ഇത്രയും കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത് വലിയ വിജയം തന്നെയാണ്. കാസർഗോഡ് ജില്ലയിലുള്ള എല്ലാ ആബാലവൃദ്ധ ജനങ്ങളും ഈ കാര്യത്തിൽ നല്ല രീതിയിലാണ് സഹകരിച്ചത്. വലിയ തോതിൽ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നറിയാം. അതെല്ലാം നാടിൻ്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ വന്നതിൽ, ഈ നില കൈവരിക്കാൻ കഴിഞ്ഞതിൽ ആശ്വസിച്ചുകൊണ്ട് തുടർന്ന് ഈ അനുഭവത്തിൽ ജാഗ്രത, കരുതൽ കൈവിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാണ് കാസർഗോഡുകാരോട് പ്രത്യേകമായി അഭ്യർത്ഥിക്കാനുള്ളത്. കണ്ണൂർ ജില്ലയിലെ 54 പേർക്ക് ഇപ്പോൾ രോഗബാധയുണ്ട്. അവിടെയും കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് സർക്കാർ പോവുകയാണ്. ഇത്രയെല്ലാം ഇവിടെ വിശദീകരിച്ചത് നാം ഇപ്പോൾ വളരെ സുരക്ഷിതമായ അവസ്ഥയിലാണ് എന്ന് ചിലരൊക്കെ ധരിച്ചതുകൊണ്ടാണ്. അങ്ങനെയല്ല അവസ്ഥ. നാം ഇപ്പോഴും നിതാന്ത ജാഗ്രതയും കണ്ണിമയ്ക്കാത്ത ശ്രദ്ധയും വേണ്ട സമയത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ലോക്ക്ഡൌണിൽ ചില ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ വാഹനങ്ങൾ ക്രമാതീതമായി നിരത്തിലെത്തിയിട്ടുണ്ട്. വല്ലാതെ തിരക്കുണ്ടായതായി പല കേന്ദ്രങ്ങളിൽ നിന്നും റിപ്പോർട്ട് വന്നു. ഇക്കാര്യത്തിൽ കാർക്കശ്യം വേണ്ടിടത്ത് കാണിക്കാൻ തന്നെയാണ് തീരുമാനം. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ കേരളം ഇളവ് വരുത്തിയെന്ന വാദമുണ്ടായി. നാം പൊതുവിൽ കാര്യങ്ങൾ വിലയിരുത്തിയാണ് നിയന്ത്രണങ്ങൾ തുടരുക. സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ച അനുവദിക്കില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ തൽക്കാലം ഉണ്ടാകില്ല. വ്യവസായ മാനേജ്മെന്റുകൾക്ക് ആവശ്യത്തിന് ജോലിക്കാരെ എത്തിക്കാൻ സുരക്ഷാ മാനദണ്ഡം പാലിച്ച് പ്രത്യേക ബസ്സുകൾ അനുവദിക്കാൻ പറഞ്ഞിരുന്നു. ആ കാര്യം തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം സുഗമമാക്കാൻ അടുത്ത് താമസിക്കുന്നവർക്ക് സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യാൻ അനുമതി നൽകുന്നുണ്ട്. അത് അടുത്ത ജില്ലയിൽ നിന്നായാൽ പോലും അനുവദിക്കേണ്ടി വരും. കാർഷിക രംഗത്ത് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ബാങ്കുകൾ റെഡ് സോൺ ജില്ലകളിലും എല്ലാ ജീവനക്കാരും ഹാജരാകണമെന്ന് ഉത്തരവിട്ടതായി കണ്ടു. ആവശ്യമായ ജീവനക്കാർ മാത്രം ഹാജരാകുന്ന രീതിയിൽ അത് ക്രമീകരിക്കാൻ ബാങ്കുകളോട് ആവശ്യപ്പെടും.
ലോക്ക്ഡൌണിനിടയിൽ പൊന്നാനി ഹാർബറിൽ ഒരു മാസമായി 3 തൊഴിലാളികൾ ബോട്ടിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ഇടപെട്ട് ബോട്ടിൽ കഴിയുന്ന നില ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോക്ക്ഡൌണിനെ തുടർന്ന് ഭിന്നശേഷിക്കാരായ 50 കുട്ടികളും അവരുടെ കുടുംബവും മൈസൂരുവിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. സ്പീച്ച് ആൻഡ് ഹിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടർ ചികിത്സക്കെത്തിയവരാണവർ. അവരുടെ കാര്യം പ്രത്യേകം പരിഗണിക്കും. ഡൽഹിയിൽ കുടുങ്ങിയ മലയാളി വിദ്യാർത്ഥികൾക്ക് വീട്ടുടമകളുടെ ഭീഷണി എന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. അത് സർക്കാർ ഗൗരവമായി എടുക്കുന്നു. ഡൽഹി സർക്കാരുമായി ബന്ധപ്പെട്ട് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കും. മെഡിക്കൽ സ്റ്റോറുകളിൽ ഇൻസുലിൻ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. നദികളിലും ഡാമുകളിലും അടഞ്ഞുകൂടിയ എക്കൽ നീക്കാൻ നടപടിയെടുക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ വരുന്നതിന് മുൻപ് തന്നെ ഈ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാമ്പ് വെണ്ടർമാരുടെ ഓഫീസുകൾക്ക് ആഴ്ചയിൽ 2 ദിവസം ഇളവുകൾ നൽകും. ഡൽഹിയിലും മറ്റും സേവനമനുഷ്ഠിക്കുന്ന നഴ്സുമാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കേരള ഹൗസിൽ ഇതിനായി ഹെൽപ്പ് ലൈൻ ആരംഭിച്ചു. നഴ്സുമാർക്ക് ഓഡിയോ വീഡിയോ കോളിലൂടെ കൗൺസിലർമാരോട് സംസാരിക്കാം. 35 കൗൺസിലർമാരുടെ സേവനം രാവിലെ 10 മുതൽ 5 മണി വരെ ലഭ്യമാക്കും. രക്തദാനത്തിന് എത്തുന്നവരുടെ എണ്ണത്തിൽ കുറവ് കാണുന്നുണ്ട്. രക്തദാന ക്യാമ്പുകൾ നടത്താൻ പറ്റുന്നുമില്ല. NCC, NSS വോളണ്ടിയർമാരെയും മറ്റ് സന്നദ്ധരാകുന്നവരെയും രക്തദാനത്തിന് ഉപയോഗിക്കും. ബ്ലഡ് ബാങ്കുകളിൽ ആവശ്യത്തിന് രക്തമെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും കോളനിയിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് പ്രത്യേകമായി തന്നെ പരിശോധിക്കും. കേരളത്തിന് പുറത്തുനിന്ന് ഇവിടേക്ക് കടന്നു വരാനുള്ള റോഡുകൾ അടച്ചിരിക്കുകയാണ്. പക്ഷേ മറ്റു പല വഴികളും ഊടുവഴികളും ഉണ്ടാകാം. അത്തരം വഴികൾ വാട്സാപ്പിലൂടെയും മറ്റും കൈമാറി ആളുകൾ വരുന്നു എന്ന വിവരമുണ്ട്. കഴിഞ്ഞ ദിവസം അത്തരത്തിൽ 4 പേർ എത്തിയ വിവരം കിട്ടി. ഇത്തരം കാട്ടുപാതകളും ഇടവഴികളും മറ്റും പരിശോധിച്ച് ആളുകളുടെ സംസ്ഥാനാന്തര യാത്ര തടയാനുള്ള സംവിധാനമുണ്ടാക്കും. പരിശോധനകളില്ലാതെ ഇങ്ങനെ ആര് വരുന്നതും അപകടകരമാണ്. വാഹന പരിശോധന ശക്തമായി തുടരാനാണ് തീരുമാനം. ഹോട്ട്സ്പോട്ടുകളിൽ കുറച്ചുകൂടി തീവ്രമാകും. ഈ ഘട്ടത്തിൽ ചരക്ക് ഗതാഗതം പ്രധാനമാണ്. അത് തടസ്സപ്പെടുത്തുന്ന ഒരു ഇടപെടലും അനുവദിക്കില്ല. കയറ്റിറക്കം സംബന്ധിച്ച തർക്കങ്ങളും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആരാധനാലയങ്ങളിൽ ആൾക്കൂട്ടമുണ്ടാകാൻ പാടില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഇത് കർക്കശമായി പാലിക്കാൻ
എല്ലാ ആരാധനാലയങ്ങളും തയ്യാറായിട്ടുണ്ട്. അതിനെല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം തുടർന്നും അതേ നില സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മത്സ്യലേലം സംബന്ധിച്ച തർക്കങ്ങൾക്ക് നിറം നൽകാനുള്ള ചില ശ്രമങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപകടകരമായ അത്തരം രീതികൾ മുളയിലെ നുള്ളിക്കളയുന്ന രീതിയിൽ ഇടപെടാനാവണം. സംസ്ഥാനത്താകെ മത്സ്യലേലം സംബന്ധിച്ച് പൊതുവായൊരു നിലപാടെടുത്തിട്ടുണ്ട്. ആ പൊതു നിലപാടിൽ നിൽക്കാൻ എല്ലാവരും സന്നദ്ധരാകണമെന്ന അഭ്യർത്ഥനയാണ് പൊതുവെ മുന്നോട്ട് വെക്കാനുള്ളത്. ബാർബർ ഷാപ്പുകൾ ആഴ്ചയിൽ 1-2 ദിവസം തുറക്കുന്നതിന് ഉദ്ദേശിച്ചിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പല വിദഗ്ധരിൽ നിന്നും വരികയാണ്. പല രാജ്യങ്ങളുടെയും അനുഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ അഭിപ്രായങ്ങൾ അവർ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതെല്ലാം സംബന്ധിച്ച് വിശദമായൊരു പരിശോധന ആവശ്യമാണ് എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സംസ്ഥാനത്ത് ബാർബർ ഷാപ്പുകൾ തുറക്കാൻ അനുവദിക്കില്ല. കോവിഡ്-19 ഭീഷണി പെട്ടെന്ന് ഒഴിഞ്ഞു പോകുമെന്ന് നമുക്ക് കരുതാനാവില്ല. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധത്തിനാവശ്യമായ പുതിയ ശീലങ്ങൾ നമുക്ക് വളർത്തിയെടുക്കാനാവണം. സ്വാഭാവികമായും അത് കുട്ടികളിൽ തന്നെ ആരംഭിക്കാനുമാവണം. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ബാർബർ ഷാപ്പിന്റെ ഉപയോഗം, അതിൽ ഒരേ ഉപകരണങ്ങൾ വ്യത്യസ്ത ആളുകൾക്ക് ഉപയോഗിക്കും. ടവല് ചിലപ്പോൾ ഒന്നിലധികം ആളുകൾക്ക് ഉപയോഗിച്ചു എന്ന് വരും. ഇത്തരത്തിലുള്ള അനാരോഗ്യകരമായ ശീലങ്ങൾ ഉപേക്ഷിച്ച് ആരോഗ്യകരമായ ശീലത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. ഒട്ടേറെ പുതിയ ശീലങ്ങൾ നാം പല രംഗങ്ങളിലും ആർജിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് ആരംഭിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളെയും ഇതിന് പ്രയോജനപ്പെടുത്തുന്നു. പ്ലാസ്മ തെറാപ്പിയുടെ ട്രയൽ തുടങ്ങുന്നതിനുള്ള പ്രാരംഭ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ICMR-ന്റെയും ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യയുടെയും അനുമതിക്ക് കാത്തിരിക്കുകയാണ്. രോഗവിമുക്തി നേടിയവരുടെ രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്ലാസ്മയിൽ വൈറസിനെതിരെയുള്ള പ്രതിപദാർത്ഥങ്ങൾ, ആന്റിബോഡി ഉണ്ടാകും. ഇത് നൽകി ചികിത്സ നടത്തുന്നത് രോഗം സുഖപ്പെടുത്താൻ സഹായകമാകും എന്ന ശാസ്ത്രീയ നിഗമനമാണ് പ്ലാസ്മ തെറാപ്പിയുടെ അടിസ്ഥാനം. സംസ്ഥാനത്തിന് PPE കിറ്റുകളും റാപ്പിഡ് ടെസ്റ്റ് കിറ്റും ആന്റിബോഡിക്ക് ആവശ്യമായത്, അതേപോലെ N95 മാസ്കും കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ബൈക്ക് അപകടത്തിൽ വർക്കലയിൽ ഒറ്റൂരിൽ മാതൃകാ കർഷകനും കാർഷിക മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവുമായിരുന്ന
എസ് ശ്രീകുമാറിന് മസ്തിഷ്ക മരണം സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്തു. ഈ ദുരന്തകാലത്തും മൃതസഞ്ജീവനി വഴി അവയവദാനത്തിന് സന്നദ്ധമായ കുടുംബത്തിൻ്റെ മഹാമനസ്കതയെ അംഗീകരിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതിൽ സാരമായൊരു തിരുത്തുണ്ട്. അതിഥി തൊഴിലാളികൾ കേരളത്തിൽ 3,52,515 പേരാണുള്ളത്. അവർക്കായുള്ള ക്യാമ്പുകൾ 19,902 ക്യാമ്പുകളാണ്. ഒരു സന്തോഷ വാർത്ത ഇതിനിടക്കുള്ളത്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിക്ക് ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്കിൽ അംഗത്വം ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ ലൈഫ് സയൻസ് പാർക്കിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ലോക വൈറോളജി നെറ്റ്വർക്കിൽ അംഗത്വം ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനമാണ്. ഇതുവഴി ലോക നെറ്റ്വർക്കിൻ്റെ 29 രാജ്യങ്ങളിലെ 45 കേന്ദ്രങ്ങളിലുള്ള ഗവേഷകരുമായി രോഗനിർണയം, ഗവേഷണം തുടങ്ങിയ കാര്യങ്ങളിൽ ആശയവിനിമയം നടത്താൻ കേരളത്തിന് അവസരം ലഭിക്കും. നേരിട്ട് അഭിനന്ദനം അറിയിച്ച ഒരു ഡോക്ടറെ, ഒരു സംഘത്തിൻ്റെ അഭിമാനകരമായ വിജയത്തെ നിങ്ങളിലൂടെ ഒന്നുകൂടി അഭിനന്ദിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ വിജയപ്രദമായി നടത്തിയ ഡോക്ടർ ജയകുമാറിനും സംഘത്തിനുമുള്ള അഭിനന്ദനമാണ്. ഇവിടെ CMDRFിലേക്ക് വലിയ തോതിലുള്ള സഹായം വരുന്നുണ്ട്. അതിനു പുറമേയുള്ള സഹായവും നമ്മുടെ സംസ്ഥാനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ് 2000 കോവിഡ് പ്രൊട്ടക്ഷൻ ഷീൽഡുകൾ സഹായമായി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ ആനന്ദ് മഹീന്ദ്ര അഭിനന്ദിച്ചു. രാങ്കോ സിമൻസ് ലിമിറ്റഡ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി മെഡിക്കൽ ഉപകരണങ്ങൾ സംഭാവന നൽകിയിട്ടുണ്ട്. 48,31,681 രൂപയുടെ ഉപകരണങ്ങളാണ് രാംകോ സിമൻസ് സംസ്ഥാനത്തിന് കൈമാറിയത്. കോവിഡ് ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കായി 500 PPE കിറ്റുകൾ കൈമാറുമെന്ന് മാധ്യമം ദിനപത്രം CEO PM സാലിഹ്, എഡിറ്റർ O അബ്ദുറഹിമാൻ എന്നിവർ അറിയിച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിരോധത്തിന് സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും സ്ഥാപനത്തിൻ്റെ പൂർണ്ണ പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിയിൽ റിലയൻസ് ഇൻഡസ്ട്രീസും ഫൗണ്ടേഷനും 5 കോടി രൂപ സംഭാവനയായി നൽകിയിട്ടുണ്ട്. മുകേഷ് അംബാനിയും ഭാര്യ നീത അംബാനിയും ചേർന്നാണ് തുക കൈമാറിയത്. കോവിഡ് പ്രതിരോധത്തിൽ കേരളത്തിനൊപ്പമുണ്ടെന്ന് അവർ അറിയിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾ 112,79,00,000 രൂപ, സഹകരണ വകുപ്പ് മുഖാന്തരം 94,71,00,000 രൂപ, നേരിട്ട് 18,08,00,000 രൂപ, കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ 1 കോടി രൂപ,
പെരിന്തൽമണ്ണ അർബൻ സഹകരണ ബാങ്ക് 87 ലക്ഷം രൂപ. പ്രവാസി വ്യവസായികൾക്ക് പ്രത്യേക പലിശരഹിത സ്വർണ്ണ വായ്പ അനുവദിക്കുന്നതിന് 100 കോടി രൂപ മാറ്റിവെക്കാനും ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ട്. നദ്വത്തുൽ മുജാഹിദീൻ പ്രസിഡന്റ് TP അബ്ദുൽ കോയ മദനി സംഘടനയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ ഐസൊലേഷൻ ആവശ്യങ്ങൾക്ക് വിട്ടു നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം 20 ലക്ഷം രൂപ സംഭാവനയും നൽകി. നാടക പ്രവർത്തകരുടെ സംഘടന നാടക് 3.5 ലക്ഷം രൂപ. നാടകപ്രവർത്തകർ തന്നെ ഇപ്പോൾ വിഷമത്തിലാണ്. അതിനടക്കാണ് അവർ ഈ സംഭാവന നൽകാൻ തയ്യാറായിട്ടുള്ളത്. കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി 5 ലക്ഷം രൂപ. KMCC മുൻ പ്രസിഡന്റ് CPA ബാബഹാജി 10 ലക്ഷം രൂപ. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ 10 ലക്ഷം രൂപ. ഇത്തരത്തിലുള്ള സഹായങ്ങളും ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഇന്ന് പറയാനുള്ളത്. കേരളം നേടിയിട്ടുള്ള കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ നേടിയിട്ടുള്ള വലിയ മുന്നേറ്റം ഇന്ദ്രജാലമല്ല, ഇത് ഒരുമയുടെയും കൂട്ടായ പരിശ്രമത്തിന്റെയും ഫലമാണെന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ ഈ അടുത്തിടെ ഉണ്ടായ വിവാദങ്ങൾ ആ ശോഭ കെട്ടിയിട്ടുണ്ടോ? നമ്മളിപ്പോൾ വൈറസിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ വൈറസിനെ നമുക്ക് എങ്ങനെയെല്ലാം ഒതുക്കാൻ കഴിയുമെന്ന് നോക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലത്. ആ കാര്യത്തിൽ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ പൊതുവെ നാടും രാജ്യവും ലോകവും അംഗീകരിക്കുന്നുണ്ട്. ആ വഴിക്ക് നമുക്ക് പോകാം. വിവാദങ്ങളിൽ കുറെ കൂടി വ്യക്തത വരണ്ടേ? ഇതുമായി ബന്ധപ്പെട്ട് അങ്ങ് പറഞ്ഞു IT സെക്രട്ടറി വിശദീകരിക്കുന്നു, എല്ലാ മാധ്യമങ്ങളും IT സെക്രട്ടറി വിശദീകരിച്ചു. എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരാർ ഒപ്പിട്ടത്. ഒരു അത്യാഹിത ഘട്ടത്തിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. ശരിക്കും അങ്ങ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങയുടെ അനുമതി ഉണ്ടായിരുന്നു. മാത്രമല്ല അതൊരു പ്രൊസീജിയർ എററല്ലേ, റൂൾസ് ഓഫ് ബിസിനസിന്റെ എററല്ലേ? അതാണ് പ്രതിപക്ഷം ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങ് നാമനോട്ടിൽ പറഞ്ഞു അവഗണിക്കാനുള്ളത്. പക്ഷെ അങ്ങനെ അവഗണിക്കാൻ പറ്റുമോ CM? തീർച്ചയായും. അതിനല്ല എനിക്കിപ്പം നേരം, മറ്റു കാര്യങ്ങൾക്കാണ്. ഞാൻ അതിലാണ് ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ CM ഈ നമ്മുടെ സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചവരിൽ പ്രധാനി PT തോമസ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം ഇപ്പോൾ അങ്ങയുടെ കുടുംബാംഗങ്ങളെ പോലും ഇതിലേക്ക് വലിച്ചടിച്ചുകൊണ്ടുള്ള ചില ആക്ഷേപങ്ങൾ മുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ അങ്ങയുടെ ഒരു മറുപടി എന്താണ്? കാരണം ഇത് നിരന്തരം ഇങ്ങനെ വരികയാണ്, അത് അവർ ഉന്നയിക്കുന്നു, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് എന്താണ് പ്രതികരണം? അതിനൊന്നും ഞാനിപ്പോൾ പ്രതികരിക്കാനില്ല. ഞാൻ നേരത്തെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ വിവാദങ്ങൾ ഒഴിവാക്കുന്നത് ഒന്നുകൂടി ശക്തമാകല്ലേ CM? കുറച്ചുകൂടി വ്യക്തത നോക്കാം, നമ്മുടെ ചരിത്രം തീരുമാനിക്കട്ടെ. ഇപ്പൊ അങ്ങനെ ഒരു നിലപാടെടുക്കാം. കൃത്യമായി മറുപടി പറയാറുണ്ട്. മകളുടെ കമ്പനിയുടെ വെബ്സൈറ്റ് കാണാനില്ല, പിന്നെ തിരിച്ചു വന്നു, അത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ. ഭയങ്കര ഗുരുതരല്ലേ, ഭയങ്കര ഗുരുതരായത്. ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലാകും കേട്ടോ, ഇമാതിരിയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ പുറപ്പെടുന്നത്. അതിനൊന്നും ഞാനിപ്പോ ഒന്നും പറയാൻ പോകുന്നില്ല. അതെന്തോ വലിയ ആനക്കാര്യമാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കാൻ നോക്കണ്ട. എല്ലാവർക്കും അത് മനസ്സിലാവും. സ്പ്രിംഗ്ലറിന്റെ കരാറുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് അങ്ങ് എന്തെങ്കിലും സർക്കാരിൽ നിന്ന് എന്ന നിലയിൽ എന്തെങ്കിലും വിശദീകരണം കൊടുത്തിട്ടുണ്ടോ? അത് തള്ളിയെന്ന് പറഞ്ഞൊരു പ്രമുഖ പത്രത്തിൽ വാർത്തയുണ്ട്. അപ്പോൾ സാധാരണ പാർട്ടി കാര്യങ്ങൾ പറയുന്ന അത് പല നുണ വാർത്തകളും നിങ്ങളിൽ ചിലർ മെനയുന്നുണ്ട് നിനക്കറിയാം. നിങ്ങളെ കൂട്ടത്തില് ചിലര് പണ്ട് തന്നെ നുണ വാർത്തകൾ മെനയാൻ വളരെ മിടുക്കരാണ്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യം, ഇതേ നഗരത്തിൽ ഇവിടെ ഒരു കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ഒരു കാലത്ത് തയ്യാറാക്കിയൊരു വാർത്തയുണ്ടായിരുന്നു. ഞാൻ അന്ന് ഈ കസേരയിലല്ല, വേറെ കസേരയിലാണെന്ന് മാത്രം. അന്നൊരു സെയ്വ് എന്ന പേരിൽ തുടങ്ങിയൊരു കാര്യം ഉണ്ടായിരുന്നില്ലേ, ബാക്കി ഞാനിപ്പോൾ പറയുന്നില്ല. അന്ന് കുറച്ച് ആളുകൾ കൂടി, ആകെ 4-5 പേരാണ്, അവർ കൂടിയായിരുന്നു തയ്യാറാക്കിയത്. എന്നിട്ട് അതിന്റെ മേലെ എന്തെല്ലാം വിവാദങ്ങൾ നാട്ടിൽ ഉയർന്നു വന്നിരുന്നു, ഏതെല്ലാം തരത്തിൽ കാര്യങ്ങൾ ഉയർത്താൻ വേണ്ടി നോക്കിയിരുന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇതിൽപ്പെട്ട ഒരാൾ തന്നെ, നിങ്ങൾക്കറിയാലോ ചില ശീലങ്ങൾ, ആ ശീലങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ പറയാണ്, അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയല്ലേ, ഞങ്ങളൊക്കെ ആയിരുന്നില്ലേ അത് ഉണ്ടാക്കിയത് എന്ന്. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് കേട്ടോ. ആ ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതെല്ലാം കണ്ടും അതെല്ലാം നേരിട്ടും കടന്നാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെ ഈ പുതിയ രീതികൾ കണ്ടിട്ട് അതിന്റെ ഭാഗമായിട്ട് വല്ലാതെ വേവലാതിപ്പെടുന്ന ഒരാളായിട്ട് എന്നെ നിങ്ങൾ കാണണ്ട. CM അങ്ങനെ പറഞ്ഞിട്ടല്ല, ഈ
സേഫ് CPM ഫോറമൊക്കെ പഴയ കഥയാണെങ്കിലും ചരിത്രം ഇപ്പോൾ പറയുന്ന അവർ ഉന്നയിക്കുന്ന ആക്ഷേപം പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയനെതിരെയല്ല, മുഖ്യമന്ത്രിക്കെതിരെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അതിനല്ല എനിക്കിപ്പം നേരമൊന്നും. അങ്ങനെയുള്ള ആളുകൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് സമയം കളയാനല്ല ഞാൻ നിൽക്കുന്നത്. എനിക്ക് വേറെ ജോലിയുണ്ട്, ആ ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കളിപ്പോ ഈ സേവ് CPM ഫോറത്തിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞത്, ഇപ്പൊ വരുന്ന ആരോപണങ്ങൾക്ക് അത്ര ഒരു സ്വഭാവം ഉണ്ടെന്നാണോ? ഇപ്പൊ പറയുന്ന ആരോപണങ്ങൾക്ക് വേറൊരു സ്വഭാവമുണ്ട്. ഞാൻ അത് പറഞ്ഞത് അന്ന് ചിലര് കൂടി തയ്യാറാക്കിയ ഒരു നുണക്കഥയായിരുന്നു. ആ നുണക്കഥ പലപ്പോഴും തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം. ഞാൻ അന്ന് നിങ്ങൾക്ക് ചിലരെ വിളിച്ചൊരു പേരുണ്ട്, നിങ്ങളത് മറന്നുപോയിട്ടുണ്ടാവില്ല. നിങ്ങൾ ചിലരുടെ പലരുടെയും മനസ്സിലുണ്ടാവും. അതെല്ലാം പഴയ കാലാണ്. അതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം നടന്നിരുന്നു നമുക്കറിയാം. അതിന്റെ ചില അംശങ്ങൾ ഇപ്പോൾ കാണാൻ സാധിക്കും. അതിപ്പോ നിങ്ങൾ മാത്രമായിരിക്കില്ല, മറ്റു ചിലർ കൂടി ഉണ്ടാവും. അത്ര മാത്രമേ അതിനുള്ളൂ. അപ്പൊ ഒരു കാര്യം കൂടെ, അതായത് ഇത്തരം ആരോപണങ്ങൾ ഒന്നിന് പുറകെ വരുമ്പോ CM അതിന്റെ നിജസ്ഥിതി പറഞ്ഞ് ഒഴിവാക്കുന്നതല്ലേ നല്ലത്? എന്ത് നിജസ്ഥിതി പറയാൻ? നിജസ്ഥിതി പറയാൻ എന്തെങ്കിലും ഉണ്ടാവണ്ടേ? ശുദ്ധമായ നുണ ഒരു കൂട്ടർ കെട്ടിച്ചമച്ച് ഉണ്ടാക്കുമ്പോൾ അതിന് ഞാനെന്ത് നിജസ്ഥിതി പറയാനാണ്? ആ തെളിവ് വരട്ടെ. നിങ്ങളെന്തിനാ വേവലാതിപ്പെടുന്നത്? എനിക്കില്ലാത്ത വേവലാതി എന്തിനാണ് നിങ്ങൾക്ക്? എന്താ തെളിവുള്ളതെന്ന് വെച്ചാൽ കൊണ്ടുവരട്ടെ. ആർക്കാണ് അതിന് തടസ്സം? നിങ്ങൾ പറയൂ, ഉന്നയിച്ചവരോട് പറയൂ. അത് നല്ല കാര്യം. അങ്ങനെ വരും, ആ വഴിക്ക് വാ. ആ അടുത്ത ജില്ലകളിൽ ജോലി ചെയ്യുന്ന ഹോട്ട്സ്പോട്ട് ജില്ലകളിലെ സർക്കാർ ഉദ്യോഗസ്ഥർ അവർക്ക് പോകാൻ തടസ്സമുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് സ്വന്തം വാഹനങ്ങളിൽ വരുന്നതിന് തടസ്സം ഉണ്ടാവില്ല. മറ്റു വാഹനങ്ങൾക്ക് വിഷമം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അങ്ങനെ വരുന്നതിന് തടസ്സം ഉണ്ടാവില്ല. പ്രശ്നമില്ല. നിങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിച്ചിട്ടുണ്ട്, ക്വാറികളുടെ പ്രവർത്തനത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അത് ക്വാറികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. അത് പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പൊ തീരുമാനിക്കല്ലോ. പിന്നെ വിളവുകള് ഓരോ ഘട്ടം കഴിയും തോറുമാണല്ലോ വരിക. ഓറഞ്ച് ബി ഗ്രീൻ സോണുകളുള്ള ജില്ലകളില് റെസ്റ്റോറന്റുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം അത് നാളെ മുതൽ ഉണ്ടാകുമോ, അല്ലോ അതിലെന്തെങ്കിലും മാറ്റം നമ്മൾ വരുത്തുന്നു? റെസ്റ്റോറന്റുകൾ ഇപ്പോൾ അങ്ങനെ തുറന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. റെസ്റ്റോറന്റുകളിൽ നിന്ന് വീടുകളിലേക്കുള്ള ഭക്ഷണം കൊടുക്കലാണ് ഉദ്ദേശിക്കുന്നത്. അത് അവർക്ക് പിന്നെ എത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാം. അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ പ്രഖ്യാപിച്ച ഇളവുകളുടെ കാര്യത്തിൽ കേന്ദ്രം എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? കാരണം ഇന്ന് അത്തരത്തിൽ വാർത്തകളുണ്ട്. ചീഫ് സെക്രട്ടറി അതിനെപ്പറ്റി ചില അഭിപ്രായങ്ങൾ പറഞ്ഞെങ്കിൽ പോലും നമ്മളിവിടെ ഈ പ്രഖ്യാപിച്ച ഇളവുകൾ പൊതുമാനദണ്ഡത്തിനുള്ള വ്യതിചലനമാണെന്ന തരത്തിലാണ് അവിടെ ആഭ്യന്തര സെക്രട്ടറിയെ മറ്റും ഉദ്ധരിച്ചു വരുന്ന വാർത്തകൾ. അതിന്റെ ചില റിലീസുകൾ പൊതുവായിട്ട് ഇന്ന് വീണ്ടും ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ചു പറയുന്നു. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ ഒരു സംഘർഷവും ഇല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുവായ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായാണ് കാര്യങ്ങൾ ഇവിടെ നടത്തുക എന്ന് നേരത്തെ തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി അനുമതി വാങ്ങിക്കൊണ്ടും നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലതിൽ ചില വ്യത്യാസങ്ങൾ കാണും. ആ വ്യത്യാസങ്ങൾ നമ്മുടെ നാടിന്റെ സാഹചര്യത്തിനനുസരിച്ച് ഇവിടെ നടപ്പാക്കാൻ പറ്റുന്നതാണ് എന്നാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ അവരുന്നയിച്ച റെഡ് സോണുകളുടെ റെഡ് സോണിൽപ്പെട്ട ജില്ലകളെല്ലാവരും ഇപ്പൊ നമ്മൾ പറഞ്ഞത് അത് ഇവിടുത്തെ അനുഭവത്തിന് അടിസ്ഥാനം. അതൊരു സംഘർഷമോ മറ്റ് തർക്കങ്ങളോ ഉണ്ടാകുന്ന കാര്യമല്ല. സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിനത് മനസ്സിലാവും. അതിന്റെ ഭാഗമായിട്ട് അത് അംഗീകരിക്കുകയാണ്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. സംഘർഷത്തിനൊരു സാധ്യതയില്ല. കഴിഞ്ഞ ദിവസം അഴീക്കോട് MLA KM ഷാജിക്കെതിരെ ഒരു വിജിലൻസ് കേസ് എടുക്കാൻ വേണ്ടി സർക്കാർ അനുമതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങൾ ഷാജി ഉന്നയിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ കേസ് വന്നത് എന്ന് UDF രാഷ്ട്രീയമായി ആരോപിക്കുന്നത്. അതൊക്കെ അതിന്റെ തീയതികൾ നോക്കിയാൽ കാണുമല്ലോ. ആ കേസ് വന്നിട്ട് നാളെ എത്രയോ ആയി. ഏതോ കാലത്ത് വന്നതാണ്. ആദ്യം അതിന് വേണ്ടിയിരുന്നത് സ്പീക്കറുടെ അനുമതിയായിരുന്നു. സ്പീക്കറിൽ നിന്ന് അനുമതി അവർ എത്രയോ മാസങ്ങൾക്ക് മുൻപ് തന്നെ വാങ്ങി. അതിനുശേഷമാണ് മറ്റു അനുമതിയോടുകൂടി അവർ അതിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. അത് അവർക്ക് ഞാൻ ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നോക്കിക്കോളി, നിങ്ങൾക്ക് എന്തെല്ലാം കൊണ്ടുവരാനുള്ളത് വെച്ചാൽ ആ വഴിക്ക് നിങ്ങൾ നോക്ക്. ഞാനതിന് തടസ്സമില്ലല്ലോ. അതെല്ലാം നിങ്ങൾ നോക്കണം.
ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പലതും എൻ്റെ നാക്കിൽ കുത്തിക്കയറ്റാൻ നോക്കുകയാണല്ലോ. എന്തിനാണ് അങ്ങനെ ശ്രമിക്കുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അല്ല, IT സെക്രട്ടറി പറഞ്ഞ IT സെക്രട്ടറി ചോദിച്ചോ. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. CM ഈ ഇതിന് ചോദ്യം ഇത്രയേ ഉള്ളൂ. അതായത് CM മാധ്യമ സിൻഡിക്കേറ്റെന്നോ നിങ്ങൾ നേരായ വഴിക്ക് ചിന്തിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ കേരളത്തിലെ ഉത്തരവാദപ്പെട്ട മാധ്യമ പ്രവർത്തകരാണ്. ഞാനിവിടെ 45-50 മിനിറ്റോളം എടുത്ത് കേരളത്തിലെ പൊതുവായ പ്രശ്നങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്കത് വേറെ വഴിക്ക് തിരിച്ചുവിടാനാണ് ശ്രദ്ധ. എനിക്കതിനല്ല താല്പര്യം. നിങ്ങളെല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ചിലർക്ക് ആ വഴിക്കല്ല നിങ്ങൾ സഞ്ചരിക്കേണ്ടത്. നിങ്ങൾ ആദ്യം തന്നെ ആ വഴിക്കാണ് പോയത്. പക്ഷേ പിന്നെ നിങ്ങൾ നേരായ വഴിക്ക് വന്നു. പിന്നെ വീണ്ടും നിങ്ങൾ പഴയ നിലയിലേക്ക് പോകാനാണ് നോക്കുന്നത്. നമുക്കിത് 7 മണിക്ക് അവസാനിപ്പിക്കണം. ഇനി നിങ്ങളെ ചോദ്യം തടയാൻ വേണ്ടി അവസാനിപ്പിക്കുകയാണെന്ന് കരുതണ്ട. ഇപ്പോൾ 7 മണിയായി. ഇപ്പോൾ അവസാനിപ്പിക്കാം. നാളെ നമുക്ക് കാണാം. ശരി.